ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മൾ ചലഞ്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ടെലിപ്പതി ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. 2 പേരുടെയും ചോദിക്കും കേട്ടോ. 2 പേർക്കും ഇതുള്ളത് എഴുതണം, ഉത്തരം എഴുതണം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏട്ടനൊന്നും നമുക്ക് വേറെ എടുത്ത് തരാനോ ഒന്നും ആളില്ല. നമ്മൾ ഒരാളാണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ആളില്ലാത്തതുകൊണ്ട് ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ വരേണ്ട എഴുതുന്നത്. ഞാൻ ഏട്ടനെ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. ബുക്ക് ഈസ് പേപ്പർ ഈസ് റെഡി എടുത്തിട്ടുണ്ട്. പറയൂ. ഇഷ്ടപ്പെട്ട ഭക്ഷണം 2 പേരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതും എഴുതാം. ലഞ്ചോ ടിഫിനോ ഡിന്നറോ അങ്ങനെ എന്ത് വേണേലും എഴുതാം. എഴുതി കഴിഞ്ഞു. ഏട്ടൻ പറ. ഏട്ടൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം പറ. ബിരിയാണി. പുട്ടും ചിക്കനും. അപ്പോൾ ശരിയാണെങ്കിലും ഞാനത് ചേട്ടാ ചീസ് ആയിട്ടുള്ളത് ഇടാവോ? പരത്തി എഴുതില്ല. അപ്പൊ ഇഷ്ടപ്പെട്ടത് ഇതാണോ? ബിരിയാണി ഇഷ്ടം. അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുട്ടും ചിക്കൻ കറി. ഏത്? അപ്പൊ പുട്ടും ചിക്കൻ അല്ലേ എഴുതണ്ടേ? അപ്പൊ ചേട്ടനല്ലേ തെറ്റത്? ഇനി സിമിയുടെ ഇഷ്ടപ്പെട്ടത് ഫ്രൈഡ് റൈസ്. ഞാനും അത് തന്നെ എഴുതിയേക്കുന്നത്. ഫ്രൈഡ് റൈസ് എന്നാ ഞാനും എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പൊ ചേട്ടൻ ഒരു തെറ്റ് അംഗീകരിക്കണം. കണ്ടത് നമ്മൾ ആദ്യമായിട്ട് കണ്ട സ്ഥലം. അതും നമ്മൾ 2 പേർക്കും ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കും. 2 പേരും സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ നിൽക്കണ്ട. അപ്പൊ കണ്ട സ്ഥലം നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് കണ്ടുമുട്ടിയ സ്ഥലം. ഏട്ടൻ എഴുതിയ? ഞാൻ കഴിഞ്ഞേ. നീ ആദ്യം പറ. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ട്രിപ്പ് എഴുതി. ബാംഗ്ലൂർ ട്രിപ്പ്. ഞാൻ നാട്ടിക്ക് വരാനല്ലേ ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ ചെങ്ങന്നൂര് അങ്ങനെ അതല്ല ഞാൻ കണ്ടുമുട്ടിയ സ്ഥലം എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താന്ന് ഫ്ലോപ്പടേ. അപ്പൊ എനിക്ക് 2 മാർക്ക്. ചേട്ടനോ 1 മാർക്കില്ലേ? നമ്മുടെ ഇഷ്ടപ്പെട്ട സിനിമ 2. എന്റെ ഇഷ്ടപ്പെട്ട സിനിമ, ഏട്ടന്റെ ഇഷ്ടപ്പെട്ട സിനിമ. ഞങ്ങൾ പറഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് പണ്ടൊരു സിനിമ എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ സിനിമ ഞാൻ എഴുതാം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണേ. എഴുതി. ഏതാണ് ഈ സിനിമ? ഒരു സാധനം കഴിഞ്ഞിട്ട് എഴുതാം. ചേട്ടൻ പറഞ്ഞാലും പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ വിക്രമാദിത്യൻ. ഞാൻ ചേട്ടൻ ഇഷ്ടപ്പെട്ട സിനിമ എല്ലാ സിനിമയും, ഓൾ മൂവീസ്. സിമിയുടെ വെട്ടം. ഓം ശാന്തി ഓശാന. 2 പേർക്ക് മാർക്കില്ല. ദൂരദർശൻ പോലെ 2 പേർക്ക് ഇഷ്ടപ്പെട്ട നിറം. ഇഷ്ടപ്പെട്ട നിറം അത് നമ്മൾ പിടിക്കും. ഓക്കെ, മുടിഞ്ചു. നീയല്ലേ പറഞ്ഞു? ഞാൻ കഴിഞ്ഞ പറഞ്ഞില്ലേ? ഞാൻ ഏട്ടൻ റെഡ്. ഞാൻ റെഡ്. സിമോക്ക് റെഡ്. റെഡ്. അങ്ങനെ 2 മാർക്ക്. എനിക്ക് 2 4 മാർക്കായി. ഇഷ്ടപ്പെട്ട ആഘോഷം 2 പേർക്കും. ആഘോഷം ഓണം, ക്രിസ്മസ്, അങ്ങനെ ദീപാവലി, ഇങ്ങനെ വിഷു, അങ്ങനെ ഇഷ്ടപ്പെട്ട ആഘോഷം.
ഇഷ്ടപ്പെട്ടത്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അടിപൊളി പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പൂരം, ക്രിസ്മസ് അങ്ങനെ അങ്ങനെ ആഘോഷം ഇഷ്ടപ്പെട്ട ആഘോഷം ഏതാ? പൂരം. ഞാനിത് ഓണം. നിനക്കോ? ഓണം. എനിക്ക് ഇടിക്കുന്നില്ല ഒരു പോയിന്റ് കേട്ടോ. ഓണം ഓണം ഞാൻ എന്റെ ക്രിസ്മസ് എന്ന് എഴുതി, ക്രിസ്മസ് എന്ന് എഴുതിയിട്ട് ഞാൻ വെട്ടിയിട്ട് ഓണം എന്ന് എഴുതി. ചേട്ടൻ ഒരു പോയിന്റ് ഇല്ല. ടെലിപ്പി ഓണം കറക്റ്റായി, റെഡ് കറക്റ്റായി. രണ്ടു പേർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, സിമോക്ക് ചേട്ടന് സിമോളിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചേട്ടൻ എഴുതണം. കഴിഞ്ഞു. പറയും. ഇഷ്ടപ്പെട്ട പാന്റ് ഷർട്ടും. ഞാനും പാന്റ് ഷർട്ട്. സിമോക്ക് ഇഷ്ടപ്പെട്ടത് ചുരിദാർ, ടോപ്പും പാന്റും. സാരി കൊടുക്കാറ് പോലെ ഇഷ്ടപ്പെട്ടെന്നാ ചോദിച്ചത്. ഇഷ്ടപ്പെട്ടെന്നാ ചോദിച്ചത്. എനിക്കൊരു മാർക്ക്, ചേട്ടന് ഒരു മാർക്ക് ഇല്ലേ? രണ്ടുപേർക്കും ഒരുമിച്ച് കാണാൻ ഇഷ്ടപ്പെട്ട സിനിമ. ഇഷ്ടപ്പെട്ട സാഡാണോ ഇമോഷണൽ ആണോ കോമഡി ആണോ? രണ്ടുപേരും കൂടെ ഇരുന്ന് കാണുകയാണെങ്കിൽ റൊമാൻറ്റിക് ആണോ? അങ്ങനെ രണ്ടുപേരും കൂടെ ഇരുന്ന് കാണുകയാണെങ്കിൽ ചേട്ടന്റെ അഭിപ്രായം എഴുതണം. സിമോൾക്ക് ഏതായിരിക്കും ഇഷ്ടപ്പെട്ടത് അതും എഴുതണം. അറിയത്തില്ല. ചേട്ടന് കോമഡി. കോമഡി. സിമോക്ക് റൊമാൻറ്റിക്. സിമോക്ക് റൊമാൻറ്റിക്. എങ്ങനെ റൊമാൻറ്റിക് അങ്ങനെ മനസ്സിലായി. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളൊരു ഡ്രീം സ്വപ്നം. ഒന്നല്ലേ നിങ്ങളുടെ ഡ്രീം എന്താണ്? സ്വപ്നം. രണ്ടുപേരുടെ ഒന്നാണെങ്കിൽ അങ്ങനെ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്തണം. മനസ്സിലായില്ലേ? പറ ചേട്ടനാണ്. പറ. ഹൗസ്. ഞാൻ ഹൗസ് എന്ന് എഴുതി. ചേട്ടന്റെ ഹൗസ്. എന്റെ അകത്തോ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ. ഐസ്ക്രീം എഴുതി. ഏതാ? ഞാൻ വാനില്ല. എനിക്ക് ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല. വാനില. നിങ്ങൾ ഇനി പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം രണ്ടുപേരും. ചിലപ്പോ അമ്പലമല്ല, സ്ഥലം. സ്ഥലം രണ്ടുപേരുടെ ഇഷ്ടപ്പെടുക. അങ്ങനെ സ്വപ്ന യാത്രാ സ്ഥലം എഴുതി കേട്ടാ. ഞാനല്ലേ ഇപ്പൊ പറഞ്ഞു. ചേട്ടൻ പറ. ഞാൻ ദുബായ്. ഞാൻ അബ്രോഡ് എഴുതി വെച്ചു. അപ്പൊ സിമോക്ക അമേരിക്ക. ഞാനും അബ്രോഡ് എഴുതി വെച്ചു. രണ്ടും ഇങ്ങനെ അബ്രോഡ്. ഞാൻ പുറത്തൊന്ന് എഴുതുന്നതിന് പകരം അങ്ങനെ വെച്ചിട്ട് പിന്നെ അടുത്ത നമ്മള് ട്രിപ്പായിട്ട് പോവുകയാണെങ്കിൽ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്? ട്രിപ്പായിട്ട്, അതായത് അമ്പലം അല്ല, ട്രിപ്പായിട്ട് നമ്മൾ രണ്ട് മാത്രമായിട്ട് എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്? ട്രിപ്പായിട്ട് പോവാണെങ്കിലേ നമ്മളങ്ങോട്ട് ചേട്ടന്റെ എന്റെ സിമോൾക്ക് ഞാൻ ചേട്ടന്റെ എഴുതിയിരുന്നു മണാലി. മണാലി
എന്നറിയോ ഞാൻ കാശ്മീര് വിചാരിച്ച ജമ്മു കാശ്മീർ എഴുതിയാലോന്ന്. ഞാൻ കാശ്മീര് നമുക്ക് ട്രിപ്പ് പോകാനായിട്ട് ഇപ്പൊ നമുക്ക് ഞാൻ വിചാരിച്ചോട്ടോ. പക്ഷെ പിന്നെ ഒരു അമ്പലം വിസിറ്റ് ആണെങ്കിൽ നമ്മൾ പോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാ? പഴനി. പഴനി. രണ്ടു പേരും പഴനി. പഴനി. ഇനി ചേട്ടൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കും. രണ്ടെണ്ണം ചോദിക്കൂ. അല്ല ഇങ്ങനെ ഏറ്റവും ഇഷ്ടം 2 പറയൂ, ചോദിക്കൂ. ഇഷ്ടമുള്ള ജ്യൂസ്. ജ്യൂസ് 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 കേട്ടോ. മറ്റേ ആപ്പിൾ, ഓറഞ്ച് അങ്ങനെ ഏട്ടനെ ഓൾ. ലെമൺ ജ്യൂസ്. ഓറഞ്ച്. 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 ഏട്ടന് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഓൾ. എല്ലാ ജ്യൂസും കുടിക്കും. പക്ഷെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ദിവസം കഴിക്കാം. ഞാൻ ചോദിക്കാം. ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ ഏട്ടന് ഇവിടുത്തെ ഇതിൽ അമ്മയാണോ അച്ഛനെയാണോ ഇഷ്ടം? ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ ഒരാളോട് ഒരു പ്രത്യേക ഇഷ്ടം കാണുമല്ലോ, അത് എഴുതണം. അതൊരു മറ്റടുത്ത ക്വസ്റ്റ്യനാണ്. അതെ, രണ്ടുപേരും അങ്ങനെ എഴുതാൻ പറ്റില്ല. പറ. സിമ്മി മോക്കും എഴുതണം. ശരി. കറക്റ്റാവാനാണ് ചാൻസ്. ഒരാളുടെ എഴുതാൻ പറ്റുള്ളൂ. ഒരേപോലെ ഇഷ്ടമാണ്, എന്നാലും നമുക്ക് കാണൂലോ. പറയൂ. ഏട്ടൻ. അച്ഛൻ. ഞാനും ഏട്ടൻ അച്ഛൻ എന്നാ എഴുതിക്കുന്നത്. ഏട്ടൻ. ഞാനോ അച്ഛൻ. അമ്മന്ന് എഴുതിച്ചേക്കുന്നേ. 2 മിനിറ്റ് ആദ്യമായി പോട്ടെ എന്ന് വിചാരിച്ചു. ഏട്ടൻ അത്ര എഴുതുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ അയച്ചു വിചാരിച്ച അമ്മ എഴുതാം. നമ്മുടെ എഞ്ചിനാക്കടി പോയിന്റ്സ് നടക്കും. എനിക്ക് ഫ്രൈഡ്. എനിക്ക് ഇതിലൊന്ന് അച്ഛൻ. എത്ര മാർക്ക? 1 2 3 4 5 6 7 8 9 മാർക്ക്. 10 മാർക്ക്. ഞാൻ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്ക് 9 മാർക്ക് ഗൈസ്. 10 മാർക്കോടെ 15-ൽ 9 മാർക്ക്. എനിക്ക് 9 മാർക്ക്. 10 മാർക്ക്. ചേട്ടൻ ചിലതൊക്കെ കള്ളക്കളി എഴുതി. പുട്ടും ചിക്കനെ ഇഷ്ടം. എന്നിട്ട് ഇഷ്ടപ്പെടാത്ത ബിരിയാണി. ഇഷ്ടപ്പെട്ട പുട്ടും ചിക്കനെ കൂടുതൽ ഇഷ്ടം. എന്നിട്ട് ബിരിയാണിന്ന് എഴുതി. അതാ എന്റെ ഒരു മാർക്ക് പോയത്. അപ്പൊ ഈ കളിയിൽ ഞാൻ തോറ്റിരിക്കുന്നു. അങ്ങനെ ഞാൻ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ബോറാണെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് അടുത്ത വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ ബൈ. ബൈ ബൈ.